ഹലോ ഗൈസ്, അങ്ങനെ ആദർശ് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഞാനും നയനി ഒന്ന് പുറത്തു പോയരാ. എന്തിനാ ഇപ്പൊ പുറത്തു പോകുന്നത്? അത് കല്യാണമൊക്കെ അല്ല അമ്മേ, നയനയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടാകില്ലേ? നയനയ്ക്ക് വാങ്ങിക്കാനുള്ളതല്ല ഇപ്പൊ ഇവിടെ കാര്യം. അനാമിക മോക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അനാമികയുടെ ഇത് ഒരുവിധം കഴിഞ്ഞതല്ല അമ്മേ. അത് മാത്രമല്ല, എനിക്ക് പിന്നെ ഓഫീസിൽ വലിയ തിരക്കില്ല. അതുകൊണ്ടാണ് നയനയായിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് കരുതിയത്. ആഹാ, നിനക്കിന്ന് ഓഫീസിൽ തിരക്കില്ലേ? എങ്കിൽ പിന്നെ ഞാൻ നിന്റെ കൂടെ വരാം. അനാമിക മോക്ക് വീട്ടിൽ നിന്നിടാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. എന്നിട്ട് ദേവ്യാനി നയനോട് പറയാണ്, ഡി എന്റെ റൂമിൽ കുറച്ച് അലക്കാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ വരുമ്പോഴേക്കും അലക്കി വെച്ചേക്കണം. പിന്നെ എന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്തേക്ക്. അനിയുടെ റൂമിൽ എപ്പോഴും വൃത്തിയാണോ എന്ന് നോക്കണം. ഏത് സമയത്ത് അനാമികയും വീട്ടുകാരും വരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് പിന്നൊരു ദിവസം പോയാൽ പോരെ, നയന ഇപ്പം മാറ്റി ഇറങ്ങിയേക്കുവാ. അതിനെന്താടാ, ഇവളിപ്പിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ കുറച്ച് അഴുക്കായിന്ന് കരുതിയിട്ട് പ്രത്യേകിച്ചൊന്നും വരാനില്ല. അമ്മേ, എന്നാ പിന്നെ നയനോട് കൂടെ പോന്നോട്ടെ. അത് വേണ്ട ആദർശ്, പോകുന്ന വഴിക്ക് അനാമിക മോളെയും കൂടി കൂടെ കൂട്ടണം. അതിനെന്താമേ, കാറിൽ ഇനിയും സ്ഥലമുണ്ടല്ലോ. ദേവയാനിയുടെ ഈ സംസാരം ആദർശിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. നയനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ സങ്കടമാവാണ്. അതെന്താടാ, ഇവളെ നീ ഇന്ന് ഷോപ്പിങ്ങിന് കൂട്ടിയില്ലെങ്കിൽ ഇവള് നിന്നെ ശരിയാക്കുവോ? അതൊന്നും അല്ല അമ്മേ, ഇന്ന് എന്റെ കൂടെ ഷോപ്പിങ്ങിനായിട്ട് അവള് വസ്ത്രം മാറി വന്നതല്ലേ. അതിന് നിനക്കെന്താ ഇവളെ കൂടെ കൂട്ടണോ? അതേ സമയം തന്നെ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു വഴക്ക്? അപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, മുത്തശ്ശൻ കറക്റ്റ് സമയത്ത് എത്തിയത്. മുത്തശ്ശൻ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി തന്നാ മതിയേനെ. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ആരും ഒന്നും പറയാതെ നിൽക്കുന്നത്? എന്താണ് ആദർശ കാര്യം? അത് പിന്നെ മുത്തശ്ശ, അച്ഛാ, അനാമിക മോക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ട്. പോകുന്ന വഴിക്ക് അനാമിക മോളെയും കൂടി കൂട്ടിയിട്ട് ഇവന്റെ കൂടെ പർച്ചേസിന് ഇറങ്ങായിരുന്നു ഞാൻ. ഓ, ആ കാര്യത്തിനാണ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്ക്? ആദർശേ, എന്താ കാര്യം? ഒന്ന് വ്യക്തമായി നീ പറയുന്നുണ്ടോ? അത് മുത്തശ്ശ, ഞാനും നയനയും കൂടിയും പർച്ചേസിന് ഇറങ്ങിയതാ. അപ്പോഴാ അമ്മയെ കണ്ടത്. അമ്മയെ കണ്ടപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു അനാമികയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, തൽക്കാലം നയന വരണ്ടെന്ന്. എന്തൊരു മോശയാ ദേവയാനി ഞാൻ ഈ കേൾക്കുന്നത്. ഇവര് പുറത്തു പോകുമ്പോ നീ എന്തിനാ അതിനിടയിൽ കയറുന്നത്? ഇനിയിപ്പൊ നിനക്ക് പുറത്തു പോകണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നീ ഭർത്താവില്ലാത്ത ആളൊന്നും അല്ലല്ലോ. നിന്റെ ഭർത്താവ് നിന്റെ കൂടെ വരും. അവൻ അതാ ഇരിക്കുന്നു. അവനെയും കൂട്ടി നീ അനാമികയ്ക്ക് എന്താന്ന് വെച്ചാ വാങ്ങിക്കോ. പുറത്ത് ഇഷ്ടം പോലെ വണ്ടി കിടപ്പുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണെടുത്ത് പോയാ പോരെ? അത് പിന്നെ അച്ഛാ, ജയേട്ടൻ ഓഫീസിൽ എന്തൊക്കെയോ കാര്യം നോക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു കാര്യത്തിന് ഇറങ്ങാ, ഇവളെയും കൊണ്ട് പോകണ്ടെന്ന് കരുതി. അച്ഛൻ അറിയാലോ, എനിക്ക് ഇവളെ ഇഷ്ടമല്ല. അത് നീ നിന്റെ മരുമകളെ വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടാ ഇങ്ങനെപ്പി പറയുന്നത്. ദേവയാനി, നിന്നോട് ഞാൻ പലപ്പോഴും പറയുന്നതാ, നിന്റെ മരുമകന്റെയോ ഭാര്യയുടെയോ കാര്യത്തിൽ നീ വെറുതെ കയറി ഇടപെടരുതെന്ന്. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവുക. ആ സമയം നീ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ആദർശേ, മോളെയും കൂട്ടി എവിടെ പോകണമെന്ന് വെച്ചാൽ പോയിട്ട് വാ. അത് എത്ര നേരം വൈകിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഇന്ന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. വരുന്ന വഴിക്ക് മോളുടെ വീട്ടിൽ നിൽക്കണമെങ്കിൽ അതും ആവാം. അച്ഛാ, നീയൊന്നും മിണ്ടാതിരിക്കും ദേവയാനി. നിനക്ക് നാണമില്ലേ? നിന്റെ മകനും ഭാര്യയും പോകുന്നിടത്തേക്ക് ഒളിഞ്ഞു നോക്കാൻ. നീ ഇപ്പൊ അതാ ചെയ്തോണ്ടിരിക്കുന്നത്. മോശം. മോനെ ആദർശേ, നീ മോളെയും കൂട്ടി പോയിട്ട് വാടാ. ശരി മുത്തശ്ശ. അപ്പോൾ ബാക്കി എപ്പിസോഡിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.